ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്ന് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം കേട്ടോ. ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്നത് ചിരങ്ങ വെച്ചിട്ടാണ് കേട്ടോ. ചിരക്ക എന്നൊക്കെ പറയുന്ന സംഭവമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാനത് നുറുക്കണത് കാണിച്ചില്ല. അപ്പോൾ അത് ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കഴുകി വെച്ചിട്ടുണ്ട്. അതേപോലെ പരിപ്പും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പും ചിരങ്ങയും കൂടിയാണ് ഇന്ന് കറി വെക്കാൻ പോണത്. അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മസാലക്കറിയാണ് അധികവും വെക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ വെച്ചു കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ട് വെക്കുകയാണ്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു കറിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഒരു സവാള അങ്ങനെ നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകും നമ്മൾ നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് വാട്ടിയെടുക്കുക. നല്ല വാടൊന്നും വേണ്ട, ഇങ്ങനെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്നിങ്ങനെ വാടി വന്നാൽ മതി കേട്ടോ. നമ്മളിത് വേവിക്കണ്ടല്ലോ, അത് കാരണം കൊണ്ട് ഒരുപാട് നേരം ഇതാക്കൊന്നും വേണ്ട. അതൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുളിക്ക് ആവശ്യമുള്ള തക്കാളിയൊക്കെ എടുക്കണം. 2 തക്കാളിയെങ്കിലും എടുക്കണം കേട്ടോ. നമ്മളിതിൽ പുളിയൊന്നും ഒഴിക്കുന്നില്ല, അത് കാരണം കൊണ്ട് 2 തക്കാളി എടുത്തിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. കൂടുതൽ പൊടികളൊന്നും വേണ്ട കേട്ടോ. 2 പൊടി മതി. ഒന്ന് മഞ്ഞൾപ്പൊടിയും ഒന്ന് മുളക് പൊടിയാണ്. ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കണമെന്നുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കുക. പരിപ്പ് 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ പരിപ്പ് എടുക്കണം നമ്മളിതിലേക്ക്, എന്നാലാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കണില്ല. അപ്പോൾ പരിപ്പാണ് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പരിപ്പ് ഇട്ട് എടുത്തിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിരങ്ങ ഇവിടെ കഴുകി വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം പാടെ ഒന്ന് യോജിപ്പിക്കാം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം വേണം എന്നുള്ളവർക്ക്, നല്ല ചാറൊക്കെ വേണം എന്നുള്ള ചാറ് പോലെ കൂട്ടണം എന്നുള്ളവർക്ക് കുറച്ചും കൂടിയും കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കണ്ടില്ലേ, ഇത്ര വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങളുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം നിങ്ങൾ. അതേപോലെ തന്നെ ഒരു മണത്തിന് നമുക്ക് കുറച്ച് ജീരകം, സാധാ നല്ല ജീരകം ഉണ്ടാവില്ലേ, അതിട്ട് കൊടുക്കണം കേട്ടോ. പെരുംജീരകമൊന്നുമല്ല, സാധാ ജീരകമാണ്. നമ്മൾ കറിയിലൊക്കെ അരയ്ക്കണ ജീരകമില്ലേ, പക്ഷെ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക മണവും രുചിയാണ് കേട്ടോ നമ്മുടെ കറിക്ക്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ അടിച്ചെടുക്കാം. ഇതിപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് ഞാൻ 3 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് വേവ് കുറച്ച് കമ്മിയാണ്, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി. അപ്പോൾ കണ്ടില്ലേ, നന്നായി വെന്തുടങ്ങിയൊന്നും ചെയ്തിട്ടില്ല. പാകത്തിന് കുറുകിയ ചാറൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വറുത്തിടാം കേട്ടോ. വറുത്തിടാൻ നമ്മൾ ഉണക്കമുളകും അതേപോലെ കടുകും കറിവേപ്പിലയും മതി ഇതിന്. പക്ഷേ എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഇരിക്കണില്ല കേട്ടോ കയ്യിൽ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെറും കടുക് മാത്രം പൊട്ടിച്ചിട്ട് കറി വറുത്തിടുകയാണ് ചെയ്യണത് കേട്ടോ. കറിവേപ്പിലയും ഇരിക്കുന്നില്ല, അത് കാരണം കൊണ്ട് ഞാൻ കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ടില്ല കേട്ടോ. ഇട്ടിട്ടില്ല എന്ന് വെച്ചിട്ട് കറിക്കൊരു കുറവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അടിപൊളിയാണ് കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ കറി അടിപൊളിയാണ്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാനാണെച്ചാലും ചോറിൻ്റെ കൂടെയാണെന്ന് വെച്ചാലും അടിപൊളി ഒരു കറിയാണ് കേട്ടോ. ഇതേപോലെ കുമ്പളങ്ങ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ചിരങ്ങ വെച്ചിട്ട് ചെയ്തു എന്നുള്ളൂ. ഞാൻ അപ്പോൾ എൻ്റെ 2 മല്ലിയില ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കൂ.